സ്ത്രീ സുരക്ഷയ്ക്കും സമൂഹത്തിലെ സുരക്ഷിതത്വ ബോധവും ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആറ്റിങ്ങലിൽ നിർഭയ നിശ 2026 സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റേഷനിലാണ് തിരുവനന്തപുരം റൂറൽ പോലീസിൻ്റെ നിർഭയ നിശ 2006 സംഘടിപ്പിച്ചത്. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ M. പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആറ്റിങ്ങൽ MLA OS അംബിക ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങളും ചേർന്നാണ് നിർഭയ നിശ എന്ന മുദ്രാവാക്യത്തോടുകൂടി രണ്ടുകളുടെ രാത്രി നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. അത് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങൾ മാത്രമാണ് സ്ത്രീകളുടേതായ പരിപാടിയായിട്ടാണ് അല്ലെ നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോടൊപ്പമാണ് എന്തല്ലേ മുദ്രാവാക്യം എത്തിക്കൊണ്ടാണ് നിർഭയമില്ലാത്ത നിശ രാത്രിയിൽ ഭയമില്ലാതെ സഞ്ചരിക്കുവാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹോദരിമാരുടെ കൂടെ ഉണ്ടെന്ന മുദ്രാവാക്യം എത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട പോലീസ് വകുപ്പുകൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ നമുക്ക് ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ 79ാം ദിനം നമ്മൾ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഒരു വേളയിൽ നമ്മൾ നിൽക്കുന്ന ഒരു നിമിഷമാണ് ഈ നാട് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ഒട്ടേറെ ഭരണഘടന പറയുന്ന അവകാശങ്ങളൊക്കെ സ്ത്രീക്കും പുരുഷനും സമത്വം എന്ന മുദ്രാവാക്യം എടുത്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ വളർന്നതോടുകൂടി അരങ്ങിൽ നിന്നും അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് സ്ത്രീകൾ എത്തപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം നിൽക്കുകയാണ്. ഇവിടെ നേരത്തെ പ്രദീപ് സഖാവ് പറഞ്ഞതുപോലെ നമ്മുടെ കൈരളിയുടെ ജോല പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 സ്ത്രീകൾക്കാണ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് സംരംഭത്വം തുടങ്ങി കൈരളിയുടെ ജോല അവാർഡ് കരസ്ഥമാക്കിയ അന്ധയായ ഒരു സ്ത്രീയെയാണ് നമ്മൾ കഴിഞ്ഞ നാളുകൾ കൈരളിയിലെ ജോല അവാർഡുമായി നമ്മൾ കാണപ്പെട്ടത്. തന്റെ മകൻ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. ഭർത്താവ് അജിത്താണ്. അമ്മ കണ്ണിന് ചെറിയ വേദന തോന്നുന്നു. ആശുപത്രിയിൽ പോകുമ്പോൾ പറഞ്ഞു ക്രമേണ കാഴ്ച നശിക്കുമെന്ന് ഡോക്ടർ പറയുകയും ആ കണ്ണ് കെട്ടിവെച്ചുകൊണ്ട് ഇന്ന് രാജ്യത്ത് അഭിമാനിക്കാവുന്ന ആ കണ്ണ് കെട്ടിവെച്ചുകൊണ്ട് തന്റെ തൊഴിൽ ഒരു ഉണ്ണിയപ്പം വ്യവസായത്തിലൂടെ തുടങ്ങി ഇന്ന് രാജ്യത്ത് കയറ്റുമതി ചെയ്യുന്ന ഫുഡിന്റെ കൂട്ടത്തിൽപ്പെട്ട് അന്ന് ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടിയ ഒരു ഏക വനിതയെ നമ്മൾ ഈ വർഷം അഭിനന്ദിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം റൂറൽ SP ജുവനപ്പുടി മഹേഷ് IPS, സിനിമാ താരങ്ങളായ പ്രിയങ്ക നായർ. ഇന്ന് വിമൻസ് ഡേ ആണ്. എന്റെ അമ്മ ഉൾപ്പെടെ എന്നെ കുഞ്ഞുനാൾ മുതൽ എന്നെ ഓരോ ദിവസവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ സ്ത്രീകളെയും ഞാനിവിടെ ഓർക്കുന്നു. എന്റെ മുന്നിൽ ഇരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സൂപ്പർ വുമനാണ്. കാര്യം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ ഒരിക്കലും സ്ത്രീകൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. അത് എവിടെയാണെന്നറിയാം, നമ്മൾ എവിടെയെങ്കിലും പൂർണ്ണമായും വീണ് കഴിഞ്ഞ് നമ്മുടെ ചുറ്റിലും ആരും ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന അടുത്തൊന്ന് പിന്നെ സ്ത്രീയുടെ ഒരു പോരാട്ടം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അത് കൗണ്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ചുറ്റിനുള്ളതല്ല. ഇന്ന് കലയിലാണെങ്കിലും അല്ലെങ്കിൽ കായികത്തിലാണെങ്കിലും ശാസ്ത്രത്തിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും എല്ലാം ഇന്ന് നമ്മുടെ ഈ ലോകത്തെടുത്താൽ സ്ത്രീകൾ ഏറ്റവും ഉന്നതമായ എല്ലാ തരത്തിലും കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്ന ഇതാരും പുഷ് ചെയ്തല്ല കൊണ്ടുവന്ന് അവനവനുള്ള സ്പേസ് എപ്പോഴും കോമ്പീറ്റ് ചെയ്ത് നേടിയെടുത്തതാണ്. അഞ്ജു നായർ, സിനിമ പിന്നണി ഗായിക അവനി SS, ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ RS രേഖ, തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP പ്രദീപ് കുമാർ, നാർക്കോട്ടിക് സെൽ DYSP അനിൽ B, ആറ്റിങ്ങൽ DYSP സന്തോഷ് കുമാർ G. ഇന്ന് ലോക വനിതാ ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഒട്ടുക്ക് നിർഭയ നിശ എന്ന് പറയുന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയുടെ പ്രോഗ്രാം ആറ്റിങ്ങലിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോടക്കം നമ്മുടെ സെലിബ്രിറ്റികളും നമ്മുടെ പ്രിയങ്കര MLAയും ചെയർമാനും ഒക്കെ രാത്രി നടത്തുകയുണ്ടായി. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളടക്കം യാത്ര ചെയ്ത് വരുന്നവരടക്കം
അവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അത് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിറവേറ്റുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരും ദിനങ്ങളിൽ അവർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും കേരള പോലീസ് ഉറപ്പുവരുത്തും. അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സഹോദരിമാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ, സാംസ്കാരിക, കലാമേഖലകളിലെ പ്രമുഖരായ വനിതകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റേഷന് മുന്നിൽ നിന്നും രാത്രി നടത്തവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.